വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഞ്ചൽ മണലിൽ RPC പേപ്പർ മില്ലിന് മുന്നിൽ ഇടത് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. AITC-യുടെയും CITU-വിന്റെയും നേതൃത്വത്തിലാണ് സമരം. ശമ്പള വർധനവ് നടപ്പിലാക്കുക, തൊഴിലാളികൾക്ക് യൂണിഫോം, കാന്റീൻ സൌകര്യങ്ങൾ ഏർപ്പെടുത്തുക, ഏജൻസി തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തി ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളി സംഘടനകൾ സമരം ആരംഭിച്ചിരിക്കുന്നത്. മാനേജ്മെന്റ് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ CITU, AITUC യൂണിയനുകളുടെ നേതൃത്വത്തിൽ പുനലൂർ ഡെപ്യൂട്ടി ലേബർ ഓഫീസർക്കും ജില്ലാ ലേബർ ഓഫീസർക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ മാനേജ്മെന്റ് നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും സമരം ചെയ്യുന്നത് സ്ഥാപനത്തിനെതിരായല്ല, മറിച്ച് തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണെന്നും തൊഴിലാളി സംഘടനാ നേതാക്കൾ പറഞ്ഞു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാനേജ്മെന്റ് തയ്യാറാകാത്ത പക്ഷം അതിശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും സമരസമിതി നേതാവും CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ B. അജയൻ, CPI മണ്ഡലം കമ്മിറ്റി അംഗം K. അനിമോൻ എന്നിവർ വ്യക്തമാക്കി. മാനേജ്മെന്റിന് നോട്ടീസ് കൊടുത്ത് പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതൊരു കുടിയാലയുടെ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് പുനലൂർ ഡെപ്യൂട്ടി ലേബർ ഓഫീസർക്കും ജില്ലാ ലേബർ ഓഫീസർക്കും പരാതി കൊടുത്തത്. ആദ്യ ഘട്ടങ്ങളിലും തന്നെ ഈ മാനേജ്മെന്റ് ചർച്ചയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു നിഷേധ നിലപാടാണ് സ്വീകരിച്ചത്. ഒരു ഘട്ടത്തിൽ ജില്ലാ ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ ചർച്ചകൾക്ക് മാനേജ്മെന്റ് പ്രതികൾ വന്നിരുന്നു. എന്നാൽ നമ്മുടെ ഈ ശമ്പള പരിഷ്കരണം എന്നുള്ള ന്യായമായിട്ടുള്ള പ്രശ്നത്തിന് ഒരു നിർദ്ദേശം പോലും കാര്യമായി അവർ പറയാതെ ആ ചർച്ചയിൽ നിന്നും അവർ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഈ കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ഈ വേതനം കൊണ്ട് ഈ തൊഴിലാളികൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും ഈ സ്ഥാപനത്തിനെതിരായിട്ടുള്ള സമരമല്ല, മറിച്ച് ഈ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അവർ ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായിട്ടുള്ളൊരു വേതനം കിട്ടണമെന്നുള്ള ഒരു തൊഴിലാളിയുടെ ന്യായമായിട്ടുള്ള അവകാശമാണ് ഈ സമരത്തിലൂടെ നമ്മൾ ഉന്നയിക്കുന്നത്. ഈ സമരം കണ്ടില്ല എന്ന് നടിക്കാനാണ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി ഈ സമരം ശക്തിയാർജിച്ചുകൊണ്ട് നമ്മുടെ ന്യായമായിട്ടുള്ള പ്രശ്നങ്ങൾ നേടിയെടുക്കുന്നതുവരെ എത്ര ദിവസം ഈ സമരവുമായി മുമ്പോട്ട് പോകേണ്ടി വന്നാലും തൊഴിലാളികൾ ഒന്നടങ്കം നിന്ന് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനുള്ള ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി മുമ്പോട്ട് പോകും എന്നുള്ളതാണ് പൊതുവിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.